ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ പോലെ ഫ്രിസി ആയിട്ടുള്ള വേവി ആയിട്ടുള്ള ഹെയർ ആണുള്ളത് എങ്കിലേ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേൾസ് ആക്കി എടുത്താലോ? അതെങ്ങനെയാ ചെയ്യാന്നല്ലേ ആലോചിക്കുന്നേ? നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹെയറിനെ കേൾ ചെയ്തിട്ടെടുക്കാം. ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബെയർ അനാട്ടമിയുടെ കേൾ ഇന്റൻസിഫയിങ് ലിവിങ് കണ്ടീഷണർ ആണ്. അതിൽ കേൾ റിഡൻഷൻ എന്ന് പറയുന്നത് 48 മണിക്കൂറാണ്. അതുപോലെ 2x ഫ്രിസ് കൺട്രോൾ ഉണ്ട്, 74% ഇംപ്രൂവ്ഡ് ഹൈഡ്രേഷനും ഉണ്ട്. കോക്കനട്ട് ഓയിൽ, ഹൈലറോണിക് ആസിഡ്, കാസ്റ്റർ ഓയിലും ഈ പ്രൊഡക്റ്റിലുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഹെയർ ഓയിൽ ചെയ്യണം. ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്ന സാധാരണ വീട്ടിലുള്ള വെളിച്ചെണ്ണയാണ്, കാച്ചിയ വെളിച്ചെണ്ണയാണ്. അത് തലയിൽ തേക്കണം. പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് നമ്മൾ നോർമലി ഏത് ഷാംപൂ ആണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാം. മസ്റ്റായിട്ടും കണ്ടീഷണർ ഉപയോഗിക്കണം. അപ്പം നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിച്ചിട്ട് തല കഴുകുക. ഇനി നമുക്ക് വെറ്റായിട്ടുള്ള ഹെയറിലാണ് കേട്ടോ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ക്രീം എടുത്തിട്ട് ആവശ്യത്തിന് നമ്മുടെ ഹെയറിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു വൈറ്റ് കളറിലുള്ള ക്രീമി ടെക്സ്ചറാണ് ഇതിനുള്ളത് കേട്ടോ. അതുപോലെ ഗംഭീര മണമാണ് കേട്ടോ. നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാലും നല്ല അടിപൊളി സ്മെല്ലാണ് ഇതിനുള്ളത്. അങ്ങനെ പതിയെ നമ്മൾ ഹെയറിൽ തേച്ച് കൊടുക്കണം. അതേപോലെ അപ്പുറത്തെ സൈഡിലും നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. ഇനിയാണ് നമുക്ക് ശരിക്കും പണിയുള്ളത്. നമുക്ക് ഹെയർ പതി ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് കൊടുക്കാം മുകളിലോട്ട്, ഇങ്ങനെ കേളാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതേപോലെ പതിയെ പതിയെ കേൾ ചെയ്തിട്ട് മുകളിലോട്ട് ഇങ്ങനെ പതിയെ പതിയെ ആക്കി കൊടുക്കണേ. പിന്നെ ഒരു കാര്യം, നമ്മൾ കറക്റ്റ് കേളി ഹെയർ ഉള്ള ആൾക്കാരുടെ പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള കേൾസ് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഉണ്ടാവില്ല. എങ്കിലും നമുക്കൊരു പരിധി വരെ നമ്മുടെ ഹെയർ കേൾ ചെയ്തിടാം. നമുക്ക് ചില ദിവസങ്ങളിൽ തോന്നില്ലേ നമ്മുടെ ഹെയർ ഇപ്പോൾ കേൾ ചെയ്ത് കിടക്കണം, ചില ദിവസം നമുക്ക് തോന്നും സ്ട്രൈറ്റ് ചെയ്തിടണമെന്ന്. അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. രണ്ട് സൈഡും പതിയെ ഇങ്ങനെ സ്ക്വീസ് ചെയ്തിട്ട് നമ്മൾ വെക്കണം. ഇനി അതിനുശേഷം ഇതുപോലെ ചെറിയ എമൗണ്ട് ഓഫ് മുടി എടുത്തിട്ട് ഇതുപോലെ വിരലിൽ ഇങ്ങനെ ചുറ്റിച്ചിട്ട് അതങ്ങ് വിടാം. അതുപോലെ എല്ലാ ഹെയറും അങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗവും ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയ കാര്യം കൂടി ചെയ്യാനുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഹെയർ ജെല്ല്, ഇതിപ്പോൾ നമ്മുടെ അലോവേര ജെല്ലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഹെയർ ജെല്ലാണുള്ളത് അതൊന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കുക. നമുക്ക് കേള് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ഉപയോഗിക്കുന്നത്. രണ്ട് സൈഡിലും കുറച്ച് എമൗണ്ട് എടുത്തിട്ട് അങ്ങനെ പുരട്ടി കൊടുക്കണം. പിന്നെ ഒന്നും ചെയ്യേണ്ട, നമുക്ക് ജസ്റ്റ് അങ്ങ് മുടി അങ്ങ് വിട്ടാൽ മതി. എയർ ഡ്രൈ ചെയ്തെടുത്താൽ മതി. ഹീറ്റിംഗ് ടൂൾസ് ഒന്നും ഉപയോഗിക്കേണ്ട. ജെല്ല് നമ്മൾ എല്ലായിടത്തും പുരട്ടി കൊടുക്കണം കേട്ടോ. ലുക്ക് ദിസ് ഗായ്സ്, ഇതേപോലെ ആവും നമ്മുടെ മുടി കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് ഷൈനിങ് ആയിട്ടിരിക്കും. അതേപോലെ ഫ്രിസ് ഫ്രീ ആയിട്ടിരിക്കും. നമുക്ക് വല്ല ഫംഗ്ഷനൊക്കെ പോകണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടിട്ട് പോവാം കേട്ടോ. ഇപ്പോൾ കേളി ഹെയറിലാണല്ലോ ട്രെൻഡിങ് എന്ന് പറയുന്നത്. പിന്നെ നല്ല കേളി ഹെയർ ആണെങ്കിൽ അവരുടെ ഹെയർ നല്ല ഭംഗിയായിട്ട് ഇതിനേക്കാളും കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് ഇന്റൻസിഫൈ ചെയ്ത് നിൽക്കും കേട്ടോ. ഇതിപ്പോൾ ബേബി ഹെയർ ആയ കാരണം നമുക്ക് ഇത്രയും കേൾസേ കിട്ടുള്ളൂ.
അപ്പം എല്ലാവർക്കും പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഫീഡ്ബാക്ക് യൂസ് ചെയ്തിട്ട് അറിയിക്കണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.